بسم الله الرحمن الرحيم അർറുഖ്സത്തു വിട്ടുവീഴ്ച. എന്ത് വിഷയത്തിൽ? വുളൂ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ. അതായത് വുളൂ മുറിയുന്ന പ്രശ്നമേ ഇല്ല, ഒന്നും വരാനില്ല. എന്തിനാൽ മിനൽ വദിയി, മൂത്രത്തിൻ്റെ ശേഷം പോകുന്നില്ലേ കട്ടിയായ വെളുത്ത നീര്, അതല്ലേ വദിയി. മിനൽ വദിയി എന്നാണ് ചുരുക്കം ചില നുസ്ഖയിൽ മാത്രമേ എന്തുള്ളൂ, മിനൽ വദിയി എന്ന പ്രയോഗം ഉള്ളൂ. ശരിയായ നുസ്ഖയിൽ എന്താണ് ഉള്ളത്? മിനൽ മദിയിന്ന്. കാരണം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എന്തിനെ പറ്റിയാ? മദി പുറപ്പെട്ടാൽ ഒന്ന് മുറിയുന്നതാണെന്നും, മദി പുറപ്പെട്ടാൽ ഒന്ന് മുറിയും, മദി നജസാണ്. അപ്പോൾ അതിൻ്റെ തുടർ സംസാരം ആകുമ്പോൾ എന്താ വേണ്ടത്? അതന്നെ, ആ നുസ്ഖ യോജിക്കുന്നുണ്ട്. വദി എന്ന് പറഞ്ഞാൽ മൂത്രത്തിൻ്റെ ശേഷം പോകുന്ന തൈര് പോലുള്ള സാധനമല്ലേ വദിയെ. വദിയിൻ്റെ വിധി എന്താ? ബൗലിൻ്റെ വിധിയല്ലേ. ബൗലിൻ്റെ വിധി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്താ വദിയെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ തർജ്ജമ കെട്ടാൻ തന്നെയാണ് ബന്ധപ്പെട്ടത്, മിനൽ മദിയെന്ന്. പക്ഷേ ഒരു കാര്യമാണ് അവിടെ നോക്കാനുള്ളത് പോലും. മുമ്പ് ഛർദീൻ്റെ പറഞ്ഞ പോലെ റുആഫിൻ്റെ മസലയാണ് താഴെ കൊടുത്തത്, ടൈറ്റിലിൽ ഛർദിയാ കൊടുത്തത്. അപ്പോൾ ചിന്തിപ്പിക്കലാണ് മുറാദ്. മദിയായാലും വദിയായാലും നവാഖിദുൽ വുളു അല്ലേ, രണ്ടും നജസും തന്നെയാണല്ലോ. അപ്പോൾ മുത്തഫക്കിരീങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ്, വദിയിനെ എന്തിനോട് ഖിയാസാക്കിക്കൊള്ളണം എന്ന് ചിന്തിപ്പിക്കലാണ് ഇവിടുത്തെ മുറാദ്. ഇവിടെ പറയുന്നത് മതിയോ വദിയോ പോയാൽ ഒന്നും സംഭവിക്കാനില്ല, ഒന്നും മുറിയുന്നതേ അല്ല. നമസ്കരിക്കുന്നവർ നമസ്കാരം തുടർന്നോളി, ഇതാണ് ഇതിൽ പറയുന്നത്. ഇതെന്താണ് ഈ പറയുന്നത്? മതിയാവട്ടെ വദിയാവട്ടെ ഏതെങ്കിലും. അധികരിച്ച നിസ്കപ്രകാരം മിനൽ മദിയെന്ന പറയും. അപൂർവമായ നുസ്ഖ അനുസരിച്ച് മിനൽ വദിയൻ, അതെല്ലാം ടൈറ്റിലിട്ടത് അങ്ങനെ ആയതല്ലേ. ഹദീസിൽ ഈ പുറപ്പെടുന്നത് മദിയാണോ വദിയാണോ ബൗലാണോ ചോരയാണോ ഒന്നും ഇതിലില്ല. എന്ത് പോയാലും വേണ്ടിയില്ല, ഇവിടെ ഒന്നും നടക്കാനില്ല എന്നാ പറയുന്നത്. എങ്കിൽ അതെന്തായിരിക്കും മസല? മുന്തുകാരത്തിൽ തന്നെ പോകുന്നത് അല്ലെങ്കിൽ പിന്തുകാരത്തിൽ തന്നെ എന്തെങ്കിലും പോയിക്കോട്ടെ, ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല എന്നാ പറയും. എന്താന്നത്? മാലിക് ഇമാമിന് ബോധ്യപ്പെട്ടു, സുആലി മദീനെ പറ്റി ആയാലും കണക്കന്നെ, അല്ലാത്തതായാലും കണക്കന്നെ, ബലലിൽ മദീ ബലലിൽ ബൗലി. പക്ഷേ സലിസുകാരെ പറ്റിയാന്ന് പോലും ഈ ചർച്ച മുഴുവൻ ചുമത്തേണ്ടത്. നിയന്ത്രണം അറ്റുകൊണ്ട് കെട്ടിയിട്ടാലും പോകുന്നില്ലേ, അങ്ങനത്തെ ആളെ പറ്റിയാണ് ഈ ചർച്ച. മാലിക് റഹ്മത്തുള്ളാഹിക്ക് സൽസികാർക്ക് വലിയ വൃത്തിയാ കൊടുത്തിരിക്കും. കെട്ടിയിട്ടിട്ട് ചെയ്യേണ്ടാലും ചെയ്യാം. സലീമിൻ്റെ എല്ലാ വിധിയും നടത്തിക്കോ, പോകുന്നതെല്ലാം അങ്ങനെ പോയിക്കോട്ടെ, പുതുതായിട്ട് ഇങ്ങനെ കെട്ടയച്ചിട്ട് പുതിയ തയ്ക്കണ്ടെന്നേ ഉള്ളൂ പോലെ. നിയന്ത്രണം വിട്ടുകൊണ്ട് പോകുന്നതെല്ലാം പോയിക്കോട്ടെ. ഒരു തഹാറത്ത് കൊണ്ട് ഒന്നിലധികം ഫർദെല്ലാം പറ്റുമ്പോഴും സമയം കടന്നാലേ ഇതുണ്ടാക്കാവൂ എന്നതൊന്നും ഇല്ല പോലും. സലീമിന് പറഞ്ഞ എല്ലാ വിധിയുണ്ട്. പോകുന്നത് നമ്മളുടെ നിയന്ത്രണം ഇല്ലാണ്ട് പോകുന്നതെല്ലാം പോയിക്കോട്ടെ എന്ന്. അപ്പം അത്ര നല്ല സൗകര്യം ഇത് സമർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ഒന്നെടുത്ത ശേഷം നിയന്ത്രണം പേച്ചുകൊണ്ട് എന്താന്ന് ഇതെല്ലാം പോയോ? എന്നാൽ അൽ ബലലു അഴമുമിൻ അയ്യക്കൂന മദിയൻ ഔ ബൗലൻ ഔ വദിയൻ, ഏതായാലും വണ്ടിയില്ല ലായകുന്നു വിഷയും മിന്ന ഇതാക്കാന സലിസൻ. എന്താണ്? സലിസിൻ്റെ അടുത്ത് ഭദ്രമാക്കാനോട് പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഹാലത്തുകാരിൻ്റെ അതേ വിധിയല്ലേ.
സലിസുൽ ബൗൽ, സലിസുൽ മദിയ്, ഏതു എന്താക്കണ്ടേ? വല്ലാസിൽ എന്ന മാലിക്കൻ അവല ഹാദൽ ബാബ, ഈ ബാബിനെ ചുമത്തി അല സലസിൽ മദിയ് വൽ മദിയ്, സലസ് എന്ന് പറയും മസ്തറിന്, ഇസ്മു ഫായിലി സലിസ്. ലാ യഹ്താജു, ആവശ്യം വരൂല, വഅദൽ അസ്ബി, വെച്ച് കെട്ടിയ ശേഷം കഴുകുന്നതിലേക്കോ ഉളു പുതുക്കുന്നതിലേക്കോ എന്തില്ല, ഓരോ ഫർദെണ്ണം പുതുക്കലും വേണ്ട പോലും. മുഖ്താറായ രൂപത്തിലുള്ള പോക്ക് പോയാലല്ലാതെ മാറ്റേണ്ടതില്ല. വലിയ ആനുകൂല്യം തന്നെയല്ലേ കിട്ടിപ്പോയത്. സമയം കിടക്കുന്നതിന് മുമ്പേ ഒരുങ്ങിയിട്ട് നിൽക്കുക പോലും. പിന്നെ ഒരു തഹാറത്ത് കൊണ്ട് ഒരു ഫർദ എടുക്കാവൂ, അതും ഇല്ല, ഒന്നുമില്ല പോലും. സലാമത്തുകാരൻ എന്തെല്ലാം ഉണ്ടോ അതന്നെയാണ് പോലും ഈ പോയിക്കൊണ്ടിരിക്കുന്നവനുമുള്ള വിധി. അത് സമർത്ഥിക്കുകയാണ് ഈ വാക്കിൽ. മാലിക്കുൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് അൻ യഹ്യ ഇബ്നു സഈദ്, യഹ്യ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് അൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അന്നഹു അലി അന്നഹു എന്ന് പറഞ്ഞാൽ ആരാന്ന്? യഹ്യ എന്നവർ. അന്നഹു യഹ്യ എന്നവർ അന്നഹു സമിഅഹു അല്ലേ, സഈദ് ഇബ്നുൽ മുസയ്യിബിനെ കേട്ടു. യസ്അലുഹു അല്ല, സമിഅഹു എന്ന് പറഞ്ഞാൽ ആരിലേക്ക്? സഈദ് ഇബ്നുൽ മുസയ്യിബ്. ഏത് സ്ഥിതിയിൽ റജുലുൻ, ഒരു പുരുഷൻ ചോദിക്കുകയായിരുന്നു ആരോട്? ഫഖാല, ചോദ്യം തന്നെയാണ് ഫഖാല. ഇന്നി ല അജിദുൽ ബലല, തീർച്ചയായും ഞാൻ നനവിനെ എത്തിച്ചു. വാന ഉസല്ലി അഫഅൻസരിഫു, ഞാൻ നമസ്കാരത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതുണ്ടോ? നമസ്കാരത്തിൽ നനവ് കാണുന്നു പോലും. ഫഖാല ലഹു സഈദുൻ, അദ്ദേഹത്തോട് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ സാല അലാ ഫഖിദി, അത് മുബാലഗന്റെ സീഗയാണ്. നനവ് മാത്രമല്ല, എൻ്റെ തുടയിൽ കൂടി ഒലിച്ചാൽ പോലും മൻസറഫ്തു ഹത്താ അഖ്ലിയ സലാത്തി, ഞാൻ ഇറങ്ങിപ്പോകൂല, ഞാൻ എന്ത് പൂരിപ്പിക്കുക തന്നെ ചെയ്യും, കാരണം എൻ്റെ ഒന്നും മുറിഞ്ഞിട്ടില്ലല്ലോ. എന്താ നമസ്കാരത്തിൽ കാണുന്ന വലല് എന്തിനെ മുറിക്കൂല? ഒലിച്ചാലും ശരി. അതാ സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞത്. ഇവിടെ തുടയിൽ കൂടി ഒലിക്കുക എന്ന് പറഞ്ഞത് ഫുൽ മുബാലഗയാണ്, മുബാലഗ കൂട്ടിയതാണ്. എക്കശക്കിന് വിലയില്ല. നമസ്കാരത്തിൽ എവിടെയെങ്കിലും ഒരു നനവ് തണുപ്പ് കാണുന്നു, അത് മൂത്രം മുറ്റിയതാണോ, അത് നജാസത്താണോ എന്ന് സംശയിച്ചിട്ട് മണപ്പിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് നവവി ഇമാം ചുമത്തിയത്. നമസ്കാരത്തിൽ എന്തെങ്കിലും നമ്മളെ ഷർട്ടിലോ മുണ്ടിലോ ബനിയനിലോ തുണിയിലോ നനവ് അനുഭവപ്പെട്ടാൽ ഇത് മൂത്രമാണോ, അല്ലേ എന്നിൽ നിന്ന് മൂത്രം വീണ് പോയിട്ടുണ്ടോ, നജാസത്ത് തെറിച്ചിട്ടുണ്ടോ എന്നൊന്നും സംശയിക്കാൻ എന്തില്ല. അതുകൊണ്ടല്ലേ ഉളു എടുത്ത ശേഷം എന്താക്കണമെന്ന് പറഞ്ഞത്? ഇതാ തവല്ലഅത ഫന്തളി വിനുമാജിയിലുണ്ടല്ലോ. കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ തവല്ല അഖദ കഫ മിൻ മായിൻ ഫനള ബിഹി ഫർജഹു, ഫർജിന്റെ നേരെ ഒഴിക്കുന്നു. അഹ്മദ് ബിൻ ഹംബലിന്റെ റിവായത്തിലുണ്ട്, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജഹ, ഹാക്കിം. വൈസന്നു റസ്സു ഇസാരിഹി ബിഹി, ഒന്നെടുത്ത ശേഷം കുറച്ച് വെള്ളം കൊടയണം. എപ്പോഴും വലിയ സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ്. അവിടെ കുടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമസ്കാരത്തിൽ ഇനി പ്രശ്നം വരില്ല. എന്തെങ്കിലും നജാസത്ത് പെട്ടുപോയോ എന്ന് വലിയ ബേജാറാകും. ആദ്യം തന്നെ വെള്ളം കോരി വെച്ചാലോ ഇല്ല, ഇത് നേരത്തെ ഒതു എടുക്കുന്ന സമയത്തായ വെള്ളമാണെന്ന് തന്നെ. അല്ലെങ്കിൽ പിന്നീട് ഒരു നനവ് കണ്ടാൽ നമ്മൾ എന്ത് തോന്നും?
വാരിഹി വഹമൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലീസാരി ഫത്തുൽ മുഈനിലും തഹ്ഫീലും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലേക്ക് ഈ വാക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് നവവി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഇന്ന കസ്റത്തുൽ മദി ഫിൽ ബദനി വസൗബി, മദി ഒഴുകി വരിക ശരീരത്തിലോ വസ്ത്രത്തിലോ കെട്ടിയിട്ട സ്ഥലത്ത് നിന്ന് ഉറ്റിക്കൊണ്ടിരിക്കുക, അത് ലാ യംനഉ ഇത്മാമ സലാത്തി. എന്താണ്? വൈകാന മഅ്മൂറൻ ബിഗസ്ലിഹി ഖബ്ല ശുറൂഇ ഫി സലാത്തി. നമസ്കാരത്തിൽ കയറുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഈ ഓരോ ഉറ്റും എന്താക്കണമായിരുന്നു? ആ അല്ലേ? ആ ഇപ്പം എന്ത് വേണ്ട? മാലിക് ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ഹദീസ് കൊണ്ട് അർത്ഥം വെച്ചത് എന്താ? അന്നമാ ഖറജ മിൻ മനിയ്യിൻ ഔ മദിയിൻ ഔ ബൗലിൻ അലാ വജ്ഹി സലസി ലാ യൻഖുദു തഹാറത. എന്താ ഉള്ളൂന്നുണ്ടാ? തഹാറത്തിന് മുറിക്കൂല. മനിയുണ്ടല്ലോ. അന്നമാ ഖറജ മിൻ മനിയ്യിൻ ഔ മദിയിൻ ഔ ബൗലിൻ അലാ വജ്ഹി സലസി ലാ യൻഖുദു തഹാറത. അപ്പോഴത്തെ വെച്ച് കെട്ടേണ്ട പോലെ വെച്ച് കെട്ടി എന്നിട്ട് ഇങ്ങനെ മതി പോയിക്കൊണ്ടിരിക്കുകയെന്ന് പോലെ. എന്നാൽ അവൻ്റെ തഹാറത്ത് പൊളിയുന്നേ ഉണ്ടോ? ഇല്ലേ, ഇല്ല ഇല്ല എന്നാണത്. ഒന്നും ആവില്ല എന്ന്. പക്ഷേ ഓരോ ഫർദിന് വേണ്ടി തഹാറത്ത് പുതുക്കിക്കൊണ്ടിരിക്കണം. തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ കൊടുത്തതാണ് എന്നല്ലേ പറയും, അല്ലേ? അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ ഇസ്തിഹാദത്തുകാരിക്ക് എന്താക്കണം എന്ന് പറഞ്ഞത്? അമറഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ വുളൂഇ ഇൻദ കുല്ലി ഫർളി. എന്ത് വേണം? വെച്ച് കെട്ടൽ മാറ്റിക്കൊണ്ടിരിക്കുകയും വേണ്ടേ? വെച്ച് കെട്ടുന്ന സാധനത്തിൽ നജാസത്ത് വീഴാത്ത വാർത്തയാണെങ്കിൽ തുണി മാറ്റി കെട്ടണ്ട, ഫർള് മാറ്റിയാൽ മതി. ഫർളിൻ്റെ നേരത്ത് തഹാറത്ത് മാറ്റിയാൽ മതി. ഉദാഹരണം, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ്. അവിടെ പഞ്ഞി വെച്ച് കെട്ടുന്നില്ലേ? ആ കെട്ടഴിച്ചിട്ട് ഇനി മാറ്റി കെട്ടണോ? കാരണം എന്ത് പുതുതാവൂല അവിടെ? ഇല്ല. ഓരോ ഫർദിനും തഹാറത്ത് പുതുക്കിയാൽ മതി. കെട്ടും വേണം. ആ കെട്ട് അഴിച്ചിട്ട് രണ്ടാമത് ശുദ്ധിയാക്കിയിട്ട് വേറെ കെട്ടണമെന്ന് അങ്ങനെ ഉണ്ടോ? അവിടെ വേണ്ട. ചോര പോലത്തെയിലോ ഇസ്തിഹാദത്തുകാരിയിൽ പറഞ്ഞത് മാറ്റിക്കെട്ട് തന്നെ വേണം. കാരണം അവിടെ വീഴുന്നുണ്ട്. എന്ത്? പിന്നെ അന്നശാരി അമറവിൽ വുളൂഇ മിനൽ മദീന, മദീ പോയ ഒതുമുറിഞ്ഞെന്നാണ് പറഞ്ഞത്. പക്ഷേ സെൽസുകാർക്ക് ഈ ഒന്ന് പൂർത്തിയാക്കാൻ അനുവാദം കൊടുത്തതാണ്. ഒരഫ് അടുത്ത ഫർദിന് എന്ത് വേണം? ആ, ഇതിനെ തുടർന്ന് സുന്നത്ത് ചെയ്യാം. ഫർദ് പൂർത്തിയാക്കാൻ അഫ് കൊടുത്തതുപോലെ ഇതിനോട് താബിയായിട്ട് എന്താക്കാം? സുന്നത്തും ചെയ്യാം. മാലിക്കുൻ അനിസ്വൽത്തി ഇബ്നി സുയൈദിനാ വേണ്ടി സുബൈദ് എന്ന് പറഞ്ഞ തെറ്റാണ്. സെയ്ദിൻ്റെയും സിയാദിൻ്റെയും തസ്ഗീറാണ് സുയൈദ്. അപ്പം എന്ത് വേണം? മാലിക്കുൻ അനിസ്വൽത്തി ഇബ്നി സുയൈദിൻ. എന്താ? അന്നഹു ഖാല സഅൽതു, ഞാൻ ചോദിച്ചു സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു തങ്ങളോട് അനിൽ ബലലി അജിദുഹു, നമസ്കാരത്തിൽ ഒരു നനവ് കാണുന്നു, ഉസ്വാസ് വന്നാൽ എന്ത് വേണം? അല്ലാഹു മാത്രം താഴ്ത്ത സൗബിക്ക, അത് നേരത്തെ തന്നെ നീ എന്താക്കണമായിരുന്നു? ആ ബിൽമായി വൽഹ അൻഹു, നീ അശ്രദ്ധമാക്കിക്കോ, അത് ശ്രദ്ധിക്കണ്ട. ലഹിയ യൽഹ ഐരിൽ നർത്തം, നീ അത് പ്രശ്നമാക്കേ വേണ്ട. നീ കരുതി ഉറപ്പിച്ചോളണം നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളമാണ് ഇത് എന്ന്. അത് ഞാൻ പണ്ടെന്നെ നിയമം വെച്ചത്. ഇത് നജാസത്താണ്, മൂത്രം വീണതാണ് എന്ന് വിചാരിച്ച് തുണി തിരുമ്പാനും നമസ്കാരം മാറ്റാനും ഒന്ന് പുതുക്കാനും നോക്കണോ? ഒന്നും വേണ്ടെന്ന്. വൽഹ അൻഹു, അത് തീർന്നു. ഇനി അടുത്ത ചർച്ച എന്താ? ഫർജ് തൊട്ടാൽ മുറിയുമോ ഇല്ലയോ എന്നാണ്.
അത് വലിയ ചർച്ച തന്നെയാണ്. മദ്ഹബിൽ മാറ്റങ്ങളുണ്ട്. അൽ വുളൂ മിൻ മസ്സിൽ ഫർജി, അൽ വുളൂ മിൻ മസ്സിൽ ഫർജി. ആദ്യം പഠിക്കേണ്ടത് ഫർജി മറയില്ലാതെ തൊട്ടാൽ ഒന്ന് മുറിയും എന്ന് ആരൊക്കെ പറഞ്ഞു, ആരെല്ലാം മുറിയൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഹദീസുകൾ നിർത്തിയൊക്കെ വേണ്ടി. നഖ്ലുൽ വുളൂ ബി മസ്സിൽ ഫർജി, ഫർജ് തൊട്ടാൽ ഒന്ന് മുറിയുമെന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ, ഇബ്നു അബ്ബാസ്, സഅദ് ബിൻ അബി വഖാസ്, അബൂ ഹുറൈറ, ആയിഷ, ബറാഇ, ജാബിർ, ഉർവ, ഇവരെല്ലാം കർശനമായി എന്ത് പറഞ്ഞിട്ടുണ്ട്? മുറിയും. തന്നെയാണ് ഷാഫി മദ്ഹബിലും അല്ലേ, ഹംബലി മദ്ഹബിലും. ഷാഫിഈ, ഹംബലി, മാലിക്കി മദ്ഹബ് പറയുന്നു ശഹ്വത്തുണ്ടെങ്കിൽ മാത്രം. മസ്സുൽ ഫർജ് കൊണ്ട് വുളൂ മുറിയുന്നത് ശഹ്വത്ത് ഉണ്ടെങ്കിൽ മാത്രം, ഒരു നിലക്ക് മുറിയൂല എന്നാണ് ഹനഫി. ഒരു നിലക്കും അംദനായാലും ശഹ്വത്തുണ്ടായാലും അംദനല്ലെങ്കിലും ശഹ്വത്തില്ലെങ്കിലും മുറിയുന്ന പ്രശ്നമേ ഇല്ല പോലും എന്നാണ് ആര് സ്ഥാപിക്കുന്നത്? ആ, അതിലാരെല്ലുണ്ട്? അലി ഇബ്നു അബി ത്വാലിബ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബൂ ദർദാ, ഹുദൈഫ, അമ്മാർ, അതുപോലെ സഈദ് ഇബ്നുൽ മുസയ്യബ്, അതാ ഇബ്നു അബി റബാഹ്, ഇബ്രാഹിം അൻ-നഖഈ. സഹാബത്തിൽ നിന്ന് അലി, ഇബ്നു മസ്ഊദ്, അബൂ ദർദാ, ഹുദൈഫ, അമ്മാർ, ഇവരെല്ലാം ഉണ്ട്. പിറകെയുള്ളവരിൽ നിന്ന് സഈദ് ഇബ്നുൽ മുസയ്യബ്, അതാ ഇബ്നു അബി റബാഹ്, ഇബ്രാഹിം അൻ-നഖഈ റളിയല്ലാഹു തആല അൻഹു അല്ലേ. അവരെല്ലാം എന്ത് പറയുന്നു? അതുപോലെ റബിയത്ത് എന്നവർ, സൗരി എന്നവർ, ഇബ്നുൽ മുൻദിർ എന്നവർ, അവരെല്ലാം സ്ഥാപിക്കുന്നുണ്ട് എന്ത്? ലാ യൻഖുളൂ, മുറിയുകയില്ല. ഇനി ഓരോന്നോരോന്നെടുക്കേ വേണ്ടി. മുറിയും എന്നതിൻ്റെ ദലീലെന്ത്? അത് മാത്രമേ മുഖത്തേക്ക് കൊടുക്കുന്നുള്ളൂ. പക്ഷെ മുറിയണ്ടിക്കൽ ശഹ്വത്ത് വേണം എന്നൊരു കരാറാക്കിയിട്ടുണ്ട് മസല പറയുമ്പോൾ. ഹദീസ് കൊടുക്കുന്നത് മുറിയും, ഫർജ് തൊട്ടാൽ ഒന്ന് മുറിയും എന്ന് വെച്ചിട്ടാണ്. ഹദീസിൽ മുത്തൻ്റെ ഹദീസ് മുഴുവനും സാക്ഷിയാണ് എന്നെനിക്ക് മുറിയും എന്നതിന്. മുറിയുകയില്ല എന്നതിൻ്റെ ദലീലോ തൽഖ് ഇബ്നു അലി എന്നവരുടെ ഹദീസ്. ബുഖാരി മുസ്ലിം അല്ലാത്ത 4 കിതാബിലും തൽഖ് ഇബ്നു അലി എന്നവരുടെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അന്നഹു ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ തറാ ഫീ മസ്സിർ റജുലി ദക്കറഹു ബഅദമാ യതവല്ലഹു. ഒന്നെടുത്ത ശേഷം ഒരാൾ ഫർജ് പിടിച്ചാൽ എന്താണ് വിധി നബിയെ? ഫർജ് തൊട്ടാൽ അറിയില്ലാതെ തൊട്ടതാ ചോദിച്ചത്, എന്താണ് വിധി? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹൽ ഹുവ ഇല്ലാ ബളഅത്തും മിൻക, നിന്റെ ശരീരത്തിലുള്ള ഒരു ജുസ് തന്നെ അല്ലേ അത്, ഒന്നും സംഭവിക്കാനില്ല. എന്താവും? മുറിയില്ല. അതിന് നമ്മൾ ഉത്തരം പറയുന്നത് ബിഅന്നഹു മൻസൂഖ്, അത് പൂർവ്വകാല വിധിയാണത്. മുറിയൂല എന്ന് ആദ്യകാലത്ത് പറഞ്ഞതാണത്. ബുസ്ര ബീവിൻ്റെ ഹദീസ് വരുന്നുണ്ട്. ബുസ്രത്ത് എന്ത്? അസ്ലമത്ത് ആമൽ ഫത്ഹി, മക്കം ഫത്ഹിൻ്റെ കൊല്ലം മുസ്ലിമായ വനിതയാണ് ബുസ്രത്ത് ബീവി. തൽക്കുന്നവരോ നബിതങ്ങളുടെ മുമ്പിൽ വന്നത് പള്ളി നിർമ്മിക്കുന്ന സമയത്താണ്. സുമറജയില ഖൗമിഹി നാം അല്ലേ. അതുകൊണ്ട് തന്നെ മുഹീസുന്ന ബഹവി റഹിമഹുള്ള പറയുന്നു ഹാദാ മൻസൂഖ്, ഹാദാ മൻസൂഖുൻ. തൽക്കുന്നവരുടെ ഹദീസ് എന്താണ്? ഒന്ന് മുറിയൂല എന്ന് പറഞ്ഞത്. അബൂ ഹുറൈറ ഇസ്ലാം മതത്തിലേക്ക് വന്നത് തൽഖിൻ്റെ കാലശേഷം കുറേ വൈകിട്ട് വന്നവരാണ്. ആര്? അബൂ ഹുറൈറ. അബൂ ഹുറൈറ റിവായത്ത് ചെയ്തത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട്
ഇദാ ഫുളാ എന്ന് പറയുന്ന ഹദീസ്, നിങ്ങളാരെങ്കിലും നിങ്ങളുടെ കൈ കൊണ്ട് ഫർജിലേക്ക് തൊട്ടാൽ ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പം എന്തായി? ഫർജ് തൊട്ടാൽ ഒന്ന് മുറിയൂല എന്ന് ഹനഫി, ഹംബലിയത്തിലൊരു കൗലി, മാലിക്കിയത്തിലൊരു കൗലി അല്ലേ? എന്ത് തന്നെയായാലും അൽ വുളു സുന്നത്തു ഖുറൂജൻ മിനൽ ഖിലാഫ്. ഹനഫിക്കാർ പോലും പറയുന്നു സുന്നത്തുണ്ട്. ആ അൽ വുളു അലൽ വുളൂഇ നൂറുൻ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയായാലും നിങ്ങൾ ഉളു എടുത്തോളി എന്ന് അവർ പറഞ്ഞു. ഫർജ് തൊട്ടാൽ എന്താവൂല പോലും, മുറിയില്ല, മുറിയുന്ന പ്രശ്നമേ ഇല്ല പോലും. തൽക്ക് എന്ന് പറഞ്ഞ വിധങ്ങളുടെ മേലെ മുന്നിട്ടത് ഹിജ്റന്റെ 1-ാം കൊല്ലമാണ്, പള്ളിയെടുക്കുന്ന സമയത്ത്. അതേ സമയത്ത് അബൂ ഹുറൈറ മുസ്ലിമായത് ആമ ഖൈബർ, ഹിജ്റന്റെ 7-ാം കൊല്ലം. ഹിജ്റന്റെ 7-ാം കൊല്ലത്തിലുള്ള മറുപടിയാണ് അബൂ ഹുറൈറ പറഞ്ഞത് ഫർജ് തൊട്ടാൽ എന്താവും. ഹിജ്റന്റെ 1-ാം കൊല്ലത്തിലുള്ള റിപ്പോർട്ടാണ് ആര് പറഞ്ഞത്? തൽഖീബിന് പറഞ്ഞത്. അപ്പൊ ഏതാ എടുക്കേണ്ടത്? ആ ഇനി ഹദീസ് വായിക്കുമ്പോൾ ഓരോന്നോരോന്ന് കിട്ടും. പല സംഭവങ്ങളും പറയുന്നുണ്ട്. ഓരോന്നിനും സംഭവങ്ങൾ പറയുന്നുണ്ട്. അസ്സഹീഹു മിൻ മദ്ഹബി മാലിക്കിൻ, മാലിക്കി ഇമാമിനെ തൊട്ടുള്ള സഹീഹായ റിവായത്ത്, ഹംബലി ഇമാമിനെ തൊട്ടുള്ള ഒരു റിവായത്ത്. ഇമ്മസഹു ബിശഹവത്തിൻ ഇൻദ ഖളാ, വികാരത്തോടെ ഫർജ് തൊട്ടാൽ എന്തായി? വഇല്ലാ ഫലാ, ഇല്ലെങ്കിൽ എന്തില്ല? ആ വലാ യൻഖുദു ബിമസ്ജിദ് ദുബുരി, ദുബുർ തൊട്ടാൽ എന്താവൂല, മുറിയൂല എന്ന് മാലിക്കി ഇമാം പറയുന്നുണ്ട്. ഷാഫി മദ്ഹബിൽ ഖദീമായ ഖൗൽ ദുബുർ തൊട്ടാൽ വഖൂഫ മഅ ളാഹിരിൽ അഹാദീസി ഫിൽ ഇഖ്തിസാരി അലൽ ഖുബൂൽ. അവരെല്ലാം ദലീൽ പിടിക്കുന്നത് ഹദീസിൽ ഏതേ പരാമർശം ഉള്ളൂ അതിൻ്റെ മേലെ ചുരുക്കിയാൽ ഖിയാസാക്കാൻ നിൽക്കാതെ ഉബുൽ തൊട്ട മസാല മാത്രമേ എന്തിൽ കാണുന്നുള്ളൂ. ആ അപ്പം എന്താവും? ദുബുർ തൊട്ടാൽ മുറിയില്ല എന്നാവും അല്ലേ? തബറാനി റിവായത്ത് ചെയ്ത ഹദീസുണ്ട്, മജ്മുഅ സവായിലും മറ്റും കൊടുത്തത്. എന്താ? അർഖം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, ഞാൻ ചൊറിഞ്ഞു എൻ്റെ ശരീരം, ഞാൻ നമസ്കാരത്തിലായിരുന്നു, അങ്ങനെ ഞാൻ നേരെ തൊട്ടത് എൻ്റെ ദക്കറാണ്. ഞാൻ അല്ലാമ ഇബ്നു മസ്ഊദ് തങ്ങളോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. എന്നോട് പറഞ്ഞു ദക്കർ വേണ്ടെങ്കിൽ നീ മുറിച്ച് കളഞ്ഞെന്നാണ്, ദക്കറിനോട് അലർജി ഉണ്ടെങ്കിൽ. ചിരിച്ചുകൊണ്ടവർ പറയുന്നു ദക്കർ എന്ന് പറഞ്ഞത് നിന്റെ ശരീരത്തിൻ്റെ ജുസ്അല്ലേ, അവിടെ തൊട്ടതിൻ്റെ പേരിൽ പ്രശ്നമാക്കണോ? അപ്പോൾ ഇത് മുറിയൂല എന്ന് ചൊല്ലിക്കൊടുത്തു ആര്? ഇബ്നു മസ്ഊദ്. അപ്പം അങ്ങനെ പല ദലീലുകളും അവരെടുക്കലുണ്ട് അല്ലേ? യൻഖുദു എന്നാണ് ഷാഫി മദ്ഹബുകാർ പറയും അല്ലേ? ഇനി അവിടെ അറിയാനുള്ളത് യൻഖുദു അബ്ദൻ ഔ സഹ്വൻ, അംദായാലും കണക്കന്നെ കണക്കന്നെ എന്നാണ് ഷാഫി മദ്ഹബ് അല്ലേ? ബിബാത്തിനിൽ കഫി ഫഖത്ത്, എന്താണ് ഷാഫിഈ മദ്ഹബും മാലിക്കി മദ്ഹബും ബിബാത്തിനിൽ കഫി എന്നാണ്. അതേ സമയത്ത് ഹംബലി മദ്ഹബ് പറയും ജമീഉൽ കഫ്, ബാത്തിനും കണക്കന്നെ ലാഹിറും കണക്കന്നെ, എല്ലാം സംസാരത്തിലുണ്ട് പോലും. വിധി പറയുമ്പോൾ എല്ലാം ഒരുപോലെയാണ് പോലും, എവിടെ ഇല്ല. ആ ഹദീസിൽ നിന്ന് കിട്ടുന്നത് ബാത്തിനുൽ കഫ് ഫഖത്താണ്. മാലിക്കി മദ്ഹബ് ഷാഫി മദ്ഹബുകാർ ഖണ്ഡിതമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് മുറിയുമെന്ന് പറഞ്ഞത് എവിടെ ഉള്ളൂ. ലാഹിറും ബാത്തിനും ഉൾപ്പെടെയാണ് സംസാരമെന്ന് ഹംബലിക്കാർ വാദിക്കുന്നത് അല്ലേ? ശഹ്വത്തോടു കൂടിയാണെങ്കിൽ എന്ന് മാലിക്കി ഇമാം കഠോരമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാദം നമ്മൾക്കില്ല. ശഹ്വത്ത് ഉണ്ടെന്നോ ഇല്ലെന്നോ എന്തില്ല, അങ്ങനെ ഒരു നിയമം നമ്മൾക്കില്ല പോലും. അന്തനാണോ സഹ്വനാണോ അങ്ങനെ ഉണ്ടോ? അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ്. അതന്നെ തൊടുക എന്ന് പറഞ്ഞാൽ എന്താ മുറാദ്? അൽ മുറാദ് ഇൻമിസാസു, പതിയുക എന്നാണ്. തൊടുക എന്ന ഫീലും വേണ്ട,
ഫലാ യുസ്തർതു ഫീലും മിനൽ ജാനിബൈനി ഔ അഹദിഹിമ, രണ്ടാലൊരു ഭാഗത്തിൽ കൂടി പോലും എന്ത് വേണ്ട, വേണ്ട. ഹത്താ ലൗ ഇദുൻ സെയ്ദ് എടുത്തു വെച്ചു ദക്കറഹു, ആരുടെ കയ്യിലേക്ക്, അമ്രിന്റെ കയ്യിലേക്ക്, എന്നാൽ എന്തായി, മുറിഞ്ഞ്. ഇഖ്തിയാർ ഫീലുണ്ടാ, എന്നാലും ഇന്ദഖദ ഉളൂ അംരി, ആരുടെ ഉളൂ മുറിഞ്ഞു, അത്രത്തോളാണ്. ഇവിടെ പഠിക്കാനുള്ള ഇഖ്തിലാഫാത്തുകൾ ഒരുപാടുണ്ട്. മസ്സു ദക്കറിൽ ഗൈരി യൻഖുളു, സ്വന്തം ദക്കറല്ല തൊട്ടത്, ആരാൻ്റെതാന്ന് പോലും, എന്നാലോ വേറൊരുത്തൻ്റെ ദക്കറാണ് മറയില്ലാതെ തൊട്ടത്, മുറിയൂലേ, മുറിയൂ. ചെറിയ കുഞ്ഞിൻ്റെതാ തൊട്ടത്, ശരിയായ കാമിലായ മനുഷ്യൻ്റെതല്ല, മുറിയൂലേ. സായിദിയായ അവയവം കൊണ്ട് തൊട്ടു, ആ മസലിയുണ്ടല്ല, വഖദസായിദു ഇന്നമലത്ത് പ്രവർത്തിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അസലീയത്തിന് നേരെ അഭിമുഖീകരിച്ച് നിൽക്കുന്നതാണെങ്കിൽ സായിദിയായ വിരൽ കൊണ്ട് തൊട്ടാൽ എന്താകും, മുറിയും. മയ്യത്തിൻ്റെ തൊട്ടാൽ മുറിയോ, മുറിയൂലേ, മയ്യത്തിൻ്റെ മുറിയൂല, തൊട്ടാളത് എന്താവും, മുറിയും. മഖ്തൂആയ ദക്കർ തൊട്ടാൽ എന്താകും, മസ്ജിദ് ദക്കരിൽ മഖ്തൂഇ ഔല, മുറിയൂലേ. മൗലിയുൽ ഖത്ത് മുറിച്ച ബാക്കി സ്ഥലം അടിയോ, മൗലിയുൽ ഖത്ഈൻ ദക്കർ മുറിച്ചിട്ട് കുറ്റി മാത്രം ബാക്കിയുണ്ട്, അവിടെ തൊട്ടാലും എന്താകും, മുറിയോ. മഹല്ലുൽ ജബ്ദ് മുറിയും എന്നല്ലേ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ല. പിന്നെ ദുബുറും സയ്യൈനി, അടയോ, ദുബറിൻ്റെ മീതെ ഇങ്ങനെ തൊട്ട് ഉള്ളിലേക്ക് ദ്വാരത്തിലേക്ക് കൈയിടാണ്ട്, ദുബറിൻ്റെ അട്ടി അല്ലെങ്കിൽ സയ്യൈനി ലയം കൊള്ളു ഈ മസലും സയ്യൈനി, ദുബറിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടാൽ എന്താകും, ആ മേലെ പലകയിലേക്ക് തൊട്ടാൽ എന്താവൂല. അതുകൊണ്ടാണ് നദുൽ വുളൂഇ മസ്ജിദുൻ സയ്യൈനി എന്ന് ഫിഖിയിൽ പ്രത്യേകം പറഞ്ഞത്. സയ്യൈനി പഠിച്ചാൽ ഒന്ന് മാറ്റിയെടുക്കൽ എന്താണ്, സുന്നത്താണ്. ദുബറിൽ തൊട്ടാൽ മുറിയില്ല എന്ന് പറഞ്ഞത് ആ മേലേത്തെ പ്ലേറ്റ്, മേലേത്തെ. ആ സമയത്ത് മനോഹരം ചെയ്യൽ നിർബന്ധമായ ആ സ്ഥലം അവിടെയോ, ആ ആ മൻഫദ് തൊട്ടാൽ മറയോടുകൂടിയാണോ മറയില്ലാതെയോ, ഇവിടെ മുറാദ് വിലാഹയിൽ തന്നെയാണ്, മറയോടെ അല്ല, അല്ലേ. മസ് ഫർജിൽ ബഹീമ, ബഹീമത്തിൻ്റെ ഫർജ് തൊട്ടാൽ മുറിയൂല, ആദമീൻ്റെതാവണം, അല്ലേ. പിന്നെ മസ് ഫർജിൽ ഖുൻസ, അവിടെ പിന്നെ ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. ഖുൻസൻ്റെ ഫർജ് തൊട്ടാൽ മുറിയുന്ന രൂപം, മുറിയാത്ത രൂപം, അത് ഷെർവാനി 1:141 142 നോക്കിയിട്ട് നല്ലോണം പഠിക്കണം. ഖുൻസൻ്റെ ഫർജ് തൊട്ടത് ഖുൻസ എന്നല്ല പറഞ്ഞത്, തൊടപ്പെട്ടത് ആരുടെ ഫർജാണ്, ആ ഖുൻസൻ്റെ ഫർജിൽ കുറേ വേസ്റ്റും ഉണ്ടാവും, അതുകൊണ്ട് ഒന്നും മുറിഞ്ഞെന്ന് പറയാനായിട്ടില്ല. അവിടെ നല്ല തഫ്സീലാ വേണ്ടത് എന്നാണ് തെഫ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 1-ാം ജുസിയിൽ 141 142 ദക്കറുൻ അസല് തൊട്ടാലോ, കൊഞ്ഞാടിയ ദക്കർ, എന്നാൽ മുറിയും. തൊട്ടത് ശല്ലാകായ കൈ കൊണ്ടാണ്, തിരെ ആവതില്ലാതെ കൈ കൊണ്ടാണ് തൊട്ടത്, എന്നാലും എന്താകും, ഇല്ലേ. ഇത്യാദി കാര്യങ്ങളാണ് എന്താക്കേണ്ടത്, ഇവിടെ പഠിക്കാനുള്ളത് എന്നാണ്. ദക്കർ തൊട്ടാൽ അത് മുറിയുന്ന കാര്യത്തെ പറ്റി ഇനി എന്താ മസല അതിലുള്ളത്, ഇത് വരാനുള്ള മസലകൾ. മസ്സ അഹദുക്കും ദക്കറഹൂന്നുണ്ട്, അവിടെ വിലാഹൈലിൻ ബിബത്നിൽ കഫി വദക്കറുകൈനിഹി കദകരിഹി, നിങ്ങളുടെ ദക്കർ എന്ന ഹദീസിലുള്ളത്. ആരാൻ്റെ ദക്കറോ, റിവായത്തി മമ്മസ്ത ദക്കറൻ എന്നുണ്ട് ഇതേ സ്ഥലത്ത്. എന്താണ് ദക്കർ എന്ന പദം എങ്ങനെയാ ജമ്മാക്കൽ, ദുക്കൂർ പുരുഷന്മാർ എന്നാവും അർത്ഥം. ദക്കറും ജമ്മു ദുക്കൂർ പുരുഷന്മാർ, ദക്കറും ജമ്മു മദാക്കീർ ലിംഗം. ദക്കറിനെ ലിംഗം എന്ന അർത്ഥം കിട്ടണ്ടെങ്കിൽ എങ്ങനെ ജമ്മാക്കണം, മദാക്കീർ. ഒരു പുരുഷൻ ദക്കർ, അതിൻ്റെ പുരുഷന്മാർ ദുക്കൂർ
അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് കേട്ടാ. ഇദാ അഫ്ളാ അഹദുക്കും ഇദാ അഫ്ളാ അഹദുക്കും ബിയദിഹി ഇലാ ഫർജിഹി വലൈസ ബൈനഹുമാ സത്റുൻ വലാ ഹിജാബ് ഫൽയതവല്ലഹ്. ഇബ്നു ഹിബ്ബാൻ. എന്താണ്? ഇദാ അഫ്ളാ അഹദുക്കും ബിയദിഹി ഇലാ ഫർജിഹി, ഏത് സ്ഥിതിയിൽ വലൈസ ബൈനഹുമാ സത്റുൻ വലാ ഹിജാബ് ഫൽയതവല്ലഹ്. എന്തായി? ഇഫ്ളാ എന്ന് പറഞ്ഞാൽ അൽ മസ്തു ബി ബത്നിൽ കഫി എന്നാണ്. അൽ ഇഫ്ളാഉ ബിൽ യദ്. അൽ ഇഫ്ളാഉ ബിൽ യദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മമ്മസ്ത ദക്കറഹു എന്നാണ്. വഫീ റിവായത്തിൻ മമ്മസ്ത ഫർജഹു ഫൽയതവല്ലഹ്. തിർമിദി ഇബ്നു ഹിബ്ബാൻ. എന്തായി? അല്ല, അവിടെ എന്താ ഫായിദ കിട്ടിയത്? മമ്മസ്ത ദക്കറഹുവിന്റെ സ്ഥാനത്ത് മമ്മസ്ത ഫർജഹു എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് തിർമിദി ഇബ്നു ഹിബ്ബാൻ. അപ്പോൾ ഏതുകൊണ്ട് കുത്തകയല്ല? പിന്നെ സത്ർ ഹിജാബ് എന്താ വ്യത്യാസം? സത്ർ എന്ന് പറഞ്ഞാൽ റുയ്യത്ത് വേണം. ഹിജാബ് എന്ന് പറഞ്ഞാൽ മായം നവൽ മസ്ത. റുയ്യത്തിനെ തടയൽ ഷർത്തില്ല ഹിജാബിൽ. സത്റിൻ്റെ അടുത്തോ റുയ്യത്ത് ഷർത്താണ് സത്റിൻ്റെ അടുത്ത് കേട്ടാ. ഇനി ഈ വായിക്കുന്ന ഹദീസിലുള്ള ഒരു പോരായ്മ വരുന്നുണ്ട്. ഒന്നാമത്തെ ഹദീസ് നോക്ക്. അവിടെ അതാ ഒരു വ്യത്യാസം. മാലിക്കുൻ അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ ഇബ്നു മുഹമ്മദ് ഇബ്നു അംർ ഇബ്നു ഹസ്മി. അങ്ങനെയാണ്. അത് ബാത്തിലും മർദൂദുൻ അൽഫ മറ എന്നാണ്. അങ്ങനെ പറ്റൂല. കാരണം മുഹമ്മദ് ബിൻ അംറിന്റെ മകനാണ് ആര്? അബൂബക്കർ. അല്ലാണ്ട് ഉസ്താദല്ല. ഒരാൾ ഉസ്താദും ഒരാൾ ശിഷ്യനുമല്ല. ഒരാൾ ഉപ്പയും ഒരാൾ മോനും തന്നെയാണ്. അപ്പൊ എങ്ങനെയാ വേണ്ടത്? മാലിക്കുൻ അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ ഇബ്നു മുഹമ്മദ്. അവിടെ ഇപ്പൊ എവിടെ പ്രശ്നം? മുഹമ്മദിന്റെ മുമ്പിൽ ഒരു ഇബ്നു കണ്ട. മുഹമ്മദിന്റെ മുമ്പിൽ അതെ അവിടെ ഇബ്നാണ് വേണ്ടത്. എന്തല്ല വേണ്ടത്? അന്നല്ല. തൻവീറുൽ ഹവാലിക്കിലും ചുരുക്കം ചില കോപ്പികളിലും എന്ത് വന്നു പോയിട്ടുണ്ട്? അത് തെറ്റാണെന്നും അന്നിന്റെ സ്ഥാനത്ത് എന്ത് വേണമെന്നും ആസുയ്യത്ത് ഇമാം ദർഖാനി ഇമാം ഇബ്നു അബ്ദുൽ ബർ എല്ലാം തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നഹു സമിയ അവർ കേട്ടു. ആരെ? ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ യഖൂലു ഇല്ലേ? മാലിക്കുൻ അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ ഇബ്നു മുഹമ്മദ് ഇബ്നു അംർ ഇബ്നു ഹസ്മി അന്നഹു സമിയ ആര്? അബ്ദുല്ലാ ഉർവത്ത് ബിൻ സുബൈറിനെ കേട്ടു. യഖൂലു ഞാൻ മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ മുമ്പിലേക്ക് പോയി. മർവാൻ ഇബ്നുൽ ഹക്കം ഭരണകാലത്താ പോയത്. മർവാൻ മദീനയിലുള്ള പ്രസിഡന്റാണ്. ഈനക്കാന അമാറത്തു മർവാൻ മദീനയിൽ കണ്ടാ നസായിലുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഉർവയെ തൊട്ടന്നെ. ഇൽമിന്റെ തദാക്കുറിന് വേണ്ടിയിട്ട് പോയതാണ്. ഫീഹി തദാക്കുറുൽ ഇൽമി വൽ ഇജ്തിമാഉ ലിൽ ഇൽമി. ഇൽമിന് വേണ്ടിയിട്ട് കാണാൻ പോക്കും ചർച്ച ചെയ്യലും എല്ലാം ഉള്ളത് തന്നെയല്ലേ. അപ്പോൾ അന്നേരം നേതാക്കന്മാർ അതിന് ഒരുങ്ങിക്കൊടുക്കുകയും പോകണം. ഇപ്പൊ സമയമില്ല, എനിക്ക് ലേഖനമുണ്ട്, പ്രസംഗമുണ്ട് എന്ന് പറയില്ല. ഇല്ല, ചർച്ച ചെയ്യാൻ പോയതാണ്. ഒന്നുകൊടുക്കേണ്ടുന്ന അസ്ബാബുകളെ പറ്റി നമ്മൾ നീണ്ട ചർച്ച ചെയ്തു. മറുവാൻ പറഞ്ഞു വമിൻ മസ്ജിദ് ദക്കരിയൽ ഒന്നും മുറിയുന്ന കാര്യങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ. മറുവാൻ പ്രത്യേകം പറഞ്ഞു. എന്താണ് പറഞ്ഞു? തൊട്ടാൽ ദക്കർ തൊട്ടാൽ ഫഖാല ഉർവ മാ അലിംതു ദാലിക. മാ അലിംതു ദാലിക എന്നുണ്ട്, ഹാദാന്നുണ്ട്. ഇങ്ങനെ ഒരു വിഷയം ഞാൻ അറിയൂല, ആദ്യമായിട്ട് കേൾക്കുന്നത്, ഇതുവരെ കേട്ടിട്ടില്ല. ഇതിന്റെ ശേഷം ഉർവ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മുറിയും. അത് ഇതിനോടെതിരല്ല. അടുത്ത പേജിൽ ഉർവന്റെ ഹദീസ് തന്നെ ഉണ്ട്. പറഞ്ഞു തൊട്ടാ ഒന്ന് മുറിയുമല്ലോ. മുറിയൂല എന്നല്ലേ പറഞ്ഞത്.
അപ്പം ഇതുവരെ പഠിച്ചതും കേട്ടതും എന്താ? ഇപ്പം ഇൽമ മാറ്റി, സ്വീകരിക്കും. ഇപ്പോൾ فقال مروان أخبرتني അത് മുറിയുമെന്ന് പറഞ്ഞു തന്നത് ബുസ്റ ബീവി أنها سمعت رسول الله صلى الله عليه وسلم إذا مس أحدكم ذكره فليتوضأ. അതുകൊണ്ട് فلا يصلي حتى يتوضأ എന്നുണ്ട് തിർമിദിയിൽ. മാലിക് ഇമാം, ഹംബലി ഇമാം, അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, ദാരിമി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാ മസാഹിദുക്കും ദക്കറഹു എന്നുണ്ട്. ഇബ്നു ഖുസൈമയിൽ, ഹാക്കിമിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അഹ്മദ്, ഹംബലി, ഇബ്നു മഈൻ, തിർമിദി, ഹാക്കിം, ദാറഖുത്നി, ബൈഹഖി കണ്ട ഈ ഹദീസ് മുത്തവാത്തിറായി വന്നിട്ടുണ്ട് എന്നാണ് ഇതാ മസാഹിദുക്കും ദക്കറഹു എന്ന് പറഞ്ഞത്. സിയൂത്തി മുത്തവാത്തിറായ ഹദീസിലാണ് ഇതിനെണ്ണിയത്. ഉമ്മു ഹബീബിനെ തൊട്ട് വന്നിട്ടുണ്ട്. സമീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ മസ ഫർജഹു ഫല്യതവല്ല. ഹംബലി ഇമാം കൊണ്ടുവന്നു. അബൂ ഹുറൈറയെ തൊട്ട് വന്നു മൻ അഫ്ളാ ബിയദിഹി ഇലാ ഫർജിഹി. നബി തങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, മൻ അഫ്ളാ ബിയദിഹി ഇലാ ഫർജിഹി ലൈസ ദൂനഹു ഹിജാബ് ഫഖദ് വജബ അലൈഹിൽ വുളൂ. എന്താ? അപ്പോൾ തൽഖിൻ്റെ ഹദീസിലുണ്ടല്ലോ, അതിന് ഉത്തരം പറയേണ്ടത് മൻസൂഖാണ്. മുമ്പത്തെ സംഭവം പറഞ്ഞത് അല്ലേ, മറയോടുകൂടിയാണ് അല്ലേ? ഹനഫിക്കാർ ഉത്തരം പറഞ്ഞു ബുസ്റ ബീവിൻ്റെ ഹദീസിന് തീർന്നു. ഒന്ന് ഹദീസുൽ റിജാലി അഖ്വാ മിൻ ഹദീസിൽ മർഗത്തി. പെണ്ണിനേക്കാണ് ഷഹാദത്തിന് തരപ്പെട്ടത് ആരാണ്? അതുകൊണ്ട് പുരുഷന്റെ വാക്കെടുക്കുന്നു. പിന്നെന്ന് പറയുന്നത് കിനായത്തിന് അമ്മ ഖർജമിന്നു, അതിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാലാ പറഞ്ഞത്, തൊട്ടാലല്ല. ഫലമാക്കാന മസൂദ് ദക്കരി, മസൂദ് ദക്കർ എന്ന് പറഞ്ഞത് യുറാദിഫു ഖുറൂജൽ ഹദസി മിന്നു, തൊടുമ്പം അതിൽ നിന്ന് എന്തെങ്കിലും പെയിറ്റോ അല്ലെങ്കിൽ കാറ്റോ എന്തെങ്കിലും പുറത്തു വരും അല്ലേ? ഔജാഹുമിൽ ഓയിത്തി എന്ന് പറഞ്ഞില്ലേ, ആടാ കുളിമുറിയിലേക്ക് മലമൂത്ര വിസർജന സ്ഥലത്ത് പോയി വന്നാൽ തന്നെ ഒന്ന് മുറിഞ്ഞാണോ? പിന്നെ മിനൽ ഓയിത്തീൻ പുറത്തു പോണ്ടേ? അതേപോലെ ഇവിടെയും പോരാ, പുറത്തു വന്നാലാണ് അല്ലേ? വൽ മുറാദു മിൻ മസ്ജിദ് ദക്കരി ഇദാ ഖറജ മിൻഹു ശൈഉൻ എന്ന് തന്നെയാണ്. ഔജാ അഹദും മിൻകും മിനൽ ഗായിത്തി എന്ന് നിസാ സൂറത്ത് 43 പറഞ്ഞില്ലേ? അവിടെ ഖളാഉൽ ഹാജത്തല്ലേ ഉദ്ദേശിച്ചത്? ഗായിത്ത് എന്ന റൂമിൽ നിന്ന് പുറത്തു വന്നാൽ അപ്പൊ എന്താക്കണം? പിന്നെ അൽ മുറാദു ബിൽ വുദൂഇ ഗസ്ലുൽ യദി വൽ കൈ കഴുകലായിരിക്കും, അല്ലെങ്കിൽ നെതുവാണ് പറഞ്ഞത് അല്ലേ? സുബൈർ ബിൻ അദിയെ കൊണ്ടുവന്നിട്ടുണ്ട്, ഖും ഫഗ്സിൽ യദക, കൈ കഴുകണം, കൈ കഴുകൽ നല്ലതാണ്. റദ്ദ് നമസ്കാരത്തിന് ഒന്നും എടുക്കുന്നത് പോലെ തന്നെ ഒന്നും എടുക്കണം എന്ന് ഇബ്നു ഹിബ്ബാനിലുണ്ടല്ലോ. അപ്പം പറയുന്നത് ഒന്നു മാറ്റൽ സുന്നത്ത്. എങ്ങനെയോ ഒന്ന് മുറിഞ്ഞു എന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ പലരും, പല ഭാഗത്തു നിന്നും. അതുകൊണ്ട് അവർ എത്രയേ ഹദീസ് തഹാബിമാം നിരവധി ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, ഞാൻ തൊടുന്നത്, ഞാൻ എവിടെ തൊടുന്നു, എൻ്റെ ചെവിയെ തൊട്ടാലും കണക്കന്നെ, ദക്കർ തൊട്ടാലും കണക്കന്നെ, മുഖം മുറിയുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് അലി ബിൻ അബി താലിബ് പറഞ്ഞത്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, നിസ്കാരത്തിൽ ഞാൻ ദക്കർ തൊടാറുണ്ട്, ചെവി തൊടാറുണ്ട്, മൂക്ക് തൊടാറുണ്ട്, ഒന്നും മുറിഞ്ഞതായിട്ട് ഞാൻ കണക്കൂട്ടില്ല എന്ന് ഇബ്നു മസ്ഊദ്. സയ്യിദ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെട്ടു, ദക്കർ തൊട്ടാൽ എന്താകും? അത് കൊള്ളരുതാത്തതാണെങ്കിൽ നീ മുറിച്ചുകൾ, അത്ര ദേഷ്യമുണ്ടെങ്കിൽ അത്രത്തോളം എന്താവൂല പോലും. ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങൾ അന്നഹു കാന യക്റഹു മസൽ ഫർജി, മസൽ ഫർജി വിരോധിക്കുന്ന ആളാണ്. ഫൈൻ ഫഅല ലം യറ അലൈഹി വുദൂഅൻ. എന്താണ്? ചുരുക്കം പറഞ്ഞാൽ തഹാബി ഇമാമ് ഹദീസ് അബൂ ഹുറൈറയും ബുസ്റന്റെ ഹദീസും എല്ലാം തദ്ഈഫാക്കിയിട്ട് തൽഖ് ബിൻ അദീജിന്റെ ഹദീസ് മുന്നേറ്റം നൽകിക്കൊണ്ട് സമർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ മദ്ഹബിൽ അങ്ങനെ തന്നെയല്ലേ വരുന്നതും. നിരവധി ഹദീസ് എന്തുണ്ട്? മുറിയൂല എന്ന് തെളിയിക്കുന്നുണ്ട്.
ഇനി ഒരു ഹദീസും കൂടെ ഉണ്ടായിരുന്നു അവോ ഇതിൻ്റെ ബാക്കി തന്നെ بسم الله الرحمن الرحيم വകദാ ഇതേ പ്രകാരം തന്നെയാകുന്നു അന്തി തൽഖത്തുൻ എപ്രകാരം തന്നെ കിനായത്തല്ലേ എണ്ണും അല്ല എണ്ണൂല എന്തിലാ എണ്ണിയത് അല്ല അത് അന്തി ത്വാലു എന്ന് പറഞ്ഞതല്ലേ അന്തി ത്വാലീൻ വകദാ ഇതേ പ്രകാരം തന്നെയാകുന്നു ഏത് അന്തി ത്വൽഖത്തുൻ നീ ഒരു തലാഖാകുന്നു എന്താവില്ല തലാഖാവോ മുബ്തദാ ഖബർ യോജിക്കുന്നില്ലല്ല അന്തി നീ ത്വൽഖത്തുൻ ഒരു തലാഖാകുന്നു ഔ നിസ്ഫു തൽഖത്തിൻ ഒരു തലാഖിന്റെ പകുതിയാകുന്നു അതുപോലെ അന്തി വതൽഖത്തുൻ മർഫൂആയിട്ട് വായിക്കണം എന്നാ അന്തി വതൽഖത്തുൻ അവിടെ ഖബർ കളയപ്പെട്ടതാണ് അന്തി വതൽഖത്തുൻ മുഖ്തരിനാനി എന്നർത്ഥം ഖബർ കളയൽ നിർബന്ധമായ സ്ഥലം മർഫൂആക്കിയിട്ടാണ് വായിക്കണം മൻസൂബാക്കൽ ജായിസല്ല وبعد لولا غالبا حذف الخبر حتم وفي نصي يمين ذا استقر وبعد واو عينت مفهوم مع كمثل كل صانع وما صنع كل صانع وما صنع مقترنان مرفوع وبعد واو عينت مفهوم مع ما عندما كل واو كمثل كل صانع وما صنع كل صانع എല്ലാ പ്രവർത്തിക്കുന്ന ആളും وما صنع അവൻ പ്രവർത്തിച്ചതും എന്ന് പറഞ്ഞാൽ അവിടെ വാവിന് മാൻ്റെ മാനയാണ് ഖബർ കളയപ്പെട്ടതാണ് അൽഫിയ ഇബ്തിദാഇന്റെ ബാബിലുണ്ടല്ല 139 140 അത് പറയാൻ കാരണം വാവ് ഉണ്ടായാൽ ഖബർ കളയപ്പെട്ടതായിട്ടാണ് സങ്കല്പിക്കേണ്ടി അപ്പം എന്തായി അന്തി വതൽഖത്തുൻ മുഖ്തരിനാനി എന്നാണ് ജുംഹൂർ പറഞ്ഞത് അവിടെ കൂഫിയൂനയും അഖ്ഫശും പറഞ്ഞത് അൽ വാവു ബിമാനാമ ഖബർ സങ്കല്പിക്കലല്ല പിന്നെ മായൻ്റെ സ്ഥാനത്താണ് അന്തി വതൽഖത്തൻ എന്ന് പറഞ്ഞൂടെ മഫ്ഊലൻ മഅഹു ആക്കിക്കൂടെ അവിടെ ചില ആൾക്കാർ നസ്ബായിട്ട് വായിക്കാൻ നോക്കീനി അന്തി നീ വതൽഖത്തൻ എന്തിനോടൊപ്പമാണ് ഉസബുതാലിൽ വാവി മഫ്ഊലൻ മഅ ഫീ നഹ്വി സീരി വതരീഖ മുസ്രിയാ بما من الفعل وشبهه سبق ذا النصب لا بالواو في القول اللحاق مفعول ما هو വാവിലുണ്ട് الفعل 312 313 ബൈത്തിൽ استوى الماء والخشبة ينصب تال الواو مفعولا مع വാവിൻ്റെ ശേഷമുള്ളത് മഫ്ഊലുമാഹു എന്ന നിയമം വെച്ചുകൊണ്ട് നസ്ബ് ചെയ്യണം ഫീ നഹ്വി സീരി വത്തരീഖ മുസ്രിയാ സീരി വത്തരീഖ പക്ഷേ എന്ത് വേണം ബിമാ മിനൽ ഫിഇലി വശിബ്ഹിഹി സബഖ് ബിമാ മിനൽ ഫിഇലി വശിബ്ഹിഹി സബഖ് ഈ നസ്ബ് കിട്ടണ്ടെങ്കിൽ ഫീല് മുൻകിടക്കണം അല്ലെങ്കിൽ ഫീല് പോലാത്തത് നസ്ബു ലാ ബിൽ വാവി ഫിൽ ഖൗലിൽ ലഹാഖ് ഈ വാവ് വെറുതെ നസ്ബ് കിട്ടോ
ഇല്ല, അപ്പം പറ്റില്ല. അന്തി തൽഖത്തുൻ തന്നെ വായിക്കണം. ഔ മഅ തൽഖത്തിൻ, അന്തി മഅ തൽഖത്തിൻ ഇവിടെ എന്തില്ല, ഇല്ലില്ല. ഔ ഫീഹ അന്തി ഫീ തൽഖത്തിൻ. അതുപോലെ ലക്കി തൽഖത്തുൻ, ലക്കി തൽഖത്തുൻ. ഔ ലക്കി അത്വലാഖു, ഇവിടെയും എന്തില്ല, എന്തില്ല, തലാഖില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അലൈക്ക് തലാഖു, തലാഖ് ഉണ്ട് അവിടെ. ഉലിമ മിമാ തഖററ, 8-ാം പേജിൽ പറഞ്ഞതിൽ നിന്ന് കിട്ടി. 8-ാം പേജിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് പോലും. അന്തി തവാലിഖൂൻ, സീഗ തെറ്റിച്ചത്, ഇഫ്രാദാക്കണ്ടടുത്ത് ജമ്മാക്കിയത്. ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്ന അതാണ് 8-ാം പേജിലുള്ള അന്തി തവാലിഖു എന്ന് പറഞ്ഞ സ്ഥലം. മിമ്മറ 7,219 220 നിക്കാഹിന്റെ സീഗ വായിച്ചു പോയാൽ ഒന്നുമില്ല. ഫീ സീഗത്തി നിക്കാഹി, നിക്കാഹിന്റെ സീഗ മാറ്റം വന്നു പോയാൽ ഒന്നുമില്ലാന്ന് 7-ാം ജുസിയിലുണ്ട്. 7,219 220. അതിൽ നിന്നും കിട്ടി അന്നൽ ഖതാ ഫി സീഗത്തി, സീഗയിലുള്ള പിഴവ് ഇദാലം യുഖില്ല ബിൽ മഅന, ആ പിഴവ് മഅനാക്ക് മുടക്കം വരുത്തുന്നില്ലെങ്കിൽ, മഅനാക്ക് താറുമാറ് വരുത്തൂലെങ്കിൽ ലാ യദുറു, നഹവിയായ നിയമങ്ങളൊന്നും പരിഗണിക്കണ്ട. മഅന മാറുമെങ്കിലേ ഇടങ്ങേറുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഏതുപോലെ കഹുവ, പിഴവ് പറ്റും പോലെ, ബിൽ ഏറാബി, ഏറാബിൽ പിഴവ് പറ്റും പോലെ പൊറുക്കപ്പെടും. തലാഖാവലിനെ തൊട്ട് തടയോ? ഒമിൻഹു, സീഗയിലുള്ള പിഴവിൽപ്പെട്ടത് തന്നെയാണ് മാ ലൗ ഖാതബ സൗജതഹു, മാ ലൗ ഖാതബ സൗജതഹു, ഒരുത്തൻ അഭിമുഖീകരിച്ചു തൻ്റെ ഭാര്യയെ, ബിഖൗലിഹി അൻതുന്ന അൻതുന്ന താലിഖൂൻ, അന്തി എന്ന് പറയേണ്ട അടുത്ത് അൻതുന്ന, ബുദ്ധിമുട്ടുണ്ട. അന്തുമാ താലിഖുൻ, അന്തി എന്ന് പറയേണ്ടേ ആ ഇഫ്രാദിന്റെ സ്ഥാനത്ത് തസ്നിയ ഉപയോഗിച്ച് പ്രശ്നമുണ്ട. വാൻ തഖൂല ലഹു, പെണ്ണ് പറയുക സൗജിനോട്, ത്വല്ലിഖി നീ, ത്വല്ലിഖ് നീ. ആ സമയത്ത് ഫയഖൂല, ദൗഹിദ പറയുന്നു, ഹിയ തൽഖത്തുൻ, അത് യഥാർത്ഥത്തിൽ പിഴവ് എന്ന് പറയാനുള്ള ഇൽത്തിഫാത്ത് എന്നും പറഞ്ഞാലും മതി. പിഴവ് തന്നെ ഉറപ്പിച്ചൂടാ. അന്തി തൽഖത്തുൻ എന്ന് പറയേണ്ട സ്ഥലത്ത് ഹിയ തൽഖത്തുൻ ഭാര്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു. അത് സീഗന്റെ പിഴവായിട്ടാണ് കൊടുത്തത്. അത് ആകാം ഖിതാബിൽ നിന്ന് ഗൈബത്തിലേക്കുള്ള ഇൽത്തിഫാത്തും ആയിക്കൂടെ. അതുകൊണ്ടൊന്നും സീഗക്ക് മുടക്കം വരോ? ഫലാ യുഖ്ബലു ഇറാദത്തു ഗൈരിഹാ, വേറൊരു പെണ്ണിനെയാണ് കരുതിയത് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവൻ്റെ ഭാര്യൻ്റെ തലാഖ് തന്നെ ആകും. പക്ഷേ ലാഹിറിൽ സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. ഫലാ യുഖ്ബലു ഇറാദത്തു ഗൈരിഹാ എന്ന് പറഞ്ഞാൽ അവൻ്റെ സൗജത്തല്ലാതെ വേറൊരു പെണ്ണിൻ്റെ കാര്യമാണ് ഇവിടെ പരാമർശിച്ചത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടോ? ഇല്ല. പക്ഷെ അവനും അള്ളാഹും തമ്മിൽ എന്താക്കാം? അങ്ങനെയാ കരുതിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ജനങ്ങൾക്കത് കൂട്ടാക്കാൻ കഴിയോ? لأن تقدم سؤالها
പെണ്ണിന്റെ ചോദ്യം മുൻകടക്കൽ യസ്രിഫുൽ ലഫ്ള ഇലൈഹാ, ലഫ്ളിനെ ആരിലേക്ക് തന്നെ തിരിച്ചു. കരീനത്തു ലാഹിറത്തില്ല, എന്നെ തലാഖ് ചൊല്ലുവീൻ എന്നല്ലേ പറഞ്ഞത്. അപ്പം ഹിയ താലിഖുൻ എന്ന് പറയുമ്പം ഈ ഹിയ കൊണ്ടുള്ള മുറാദ് ആര് തന്നെയാണ്? അമിൻ സമ. ഇതേ കാരണം പറഞ്ഞുകൊണ്ട് ലൗലം യതഖദ്ദം ലഹാ ദിക്റുൻ, അവളെ പറ്റി യാതൊരു പരാമർശവും ഇല്ലെങ്കിലോ, ഒന്നുമില്ല എന്നെങ്കിൽ റജഅ, ഈ വാക്ക് മടങ്ങും. റുജിയ മടക്കപ്പെടും. റജഅ, ഈ വാക്ക് മടങ്ങും. ബിനിയ്യതിഹി, ഇതിലേക്ക് അവൻ്റെ കരുത്തിലേക്ക് മടങ്ങും. ഈ സീഗ ഇനി അവൻ്റെ കരുത്ത് പോലെ ഇരിക്കും സംഭവിക്കൽ. അല്ലെങ്കിൽ റുജിയ തീരുമാനിക്കപ്പെടേണ്ടത് അവൻ്റെ നിയത്ത് നോക്കിയിട്ടാണ് എന്ന് മജ്ഹൂലാക്കിയിട്ട്. എവിടെ? അന്തി താലിഖുൻ, അന്തി താലിഖുൻ നൃത്തം പറഞ്ഞ് അവളാന്ന് സ്ഥലത്തും ഇല്ല. അവിടെ എന്ത് വേണം? നിയത്ത് വേണം. വഹിയ താലിഖുൻ എന്ന് പറഞ്ഞു, അവൾ ഇവിടെ തന്നെ ഉണ്ട്, ചോദ്യവും കടന്നിട്ടുമില്ല. എന്നാൽ എന്തിലേക്ക് ആവശ്യമായി? ഇനി അഫ്ആലുൽ മുഖാറബന്റെ ഒരു ചർച്ചയിലേക്കാ പോകുന്നു. അഫ്ആലുൽ മുഖാറബ അത് നഹ്വിൽ തന്നെ ഒരു ചർച്ചയാക്കി വെക്കുന്നുണ്ട്. മുഖാറബന്റെ ഫീല് എങ്ങനെയാ മാന വെക്കുക? മുഖാറബന്റെ ഫീലില്ലേ, കാത പോലത്തെ അടുത്തായി അടുത്തായി എന്നെല്ലാം പറയുന്നേ, അവിടെ എങ്ങനെയാ പ്രയോഗം കാതയെ പറ്റി? കാത, കാതയിൽ നഫി കടന്നാൽ മുസ്ബത്തായി രൂപാന്തരപ്പെടുമോ? ഇല്ല ഇല്ല, നഫിയായിട്ട് തന്നെ വാക്യം, നഫിയായിട്ട് തന്നെ വാക്യം. നഫിയിൽ കാത കടന്നാൽ ഈജാബാകുമോ? ഇല്ല ഇല്ല, നഫി തന്നെ. ഈജാബിൽ കാത കടന്നാൽ നഫിയായി മാറോ? മാറൂല എന്നല്ലേ അസഹ്. അവിടെ മാറ്റമായിട്ട് നഹ്വിൽ തന്നെ തീരുമാനമുണ്ട്. അങ്ങനെയല്ല, അങ്ങനെയല്ല പോലും. പിന്നെ പിന്നെ എങ്ങനെയാന്ന് പോലും? ഈജാബിൽ കാത കടന്നാൽ മംഫിയാകും, മംഫിയിൽ കാത കടന്നാലോ? അതിനെ അവർ ദുർവ്യാഖ്യാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ സംഭവം നോക്ക്. അന്നല്ല സഹഫി അഫ്ആലിൽ മുഖാറബ, മുഖാറബന്റെ ഫീലുകളിൽ അന്ന ഇസ്ബാതഹ ഇസ്ബാത്തു, കാത പോലുള്ളതിൽ ഇസ്ബാത്ത് കടന്നാൽ എന്തെന്നെ വനഫിയഹ നഫിയുൻ കബഖിയത്തിൽ അഫ്ആൽ. ഉദാഹരണമായി പറഞ്ഞാൽ കാദ സൈദുൻ അൻ യഖൂമ, കാദ സൈദുൻ അൻ യഖൂമ, അതിന്റെ മാന ഖറുബ സൈദുൻ മിനൽ ഖിയാമീൻ. ഖറുബ സൈദുൻ, സൈദ് ഇതാ അടുത്തായി, മിനൽ ഖിയാമീ. മാ കാദ സൈദുൻ അൻ യഖൂമ, സൈദ് ആയിട്ടേ ഇല്ല യഖൂമ. അവിടെ മാന എന്താ? ലം യഖ്റുബ് സൈദുൻ മിനൽ ഖിയാമീ, സൈദ് ഖിയാമിനോട് അടുത്തിട്ട് പോലും ഇല്ല. ഫഅലാ കുല്ലിൻ ഫൽ ഖിയാമു മുൻതഫിൻ, രണ്ട് കോലത്തിലും ഇവിടെ എന്തില്ല? ഖിയാമില്ല. ഇസ്ബാത്തിന്റെ കോലത്തിലും ഇല്ല. പിന്നെ ഈ രൂപത്തിലാണ് മാന വെക്കേണ്ടത്. കാദ സൈദുൻ അൻ യഖൂമ, സൈദ് നിൽക്കാൻ അടുത്തു, ഇതുവരെ നിന്നിട്ടില്ല. മാ കാദ സൈദുൻ അൻ യഖൂമ, അടയോ സൈദ് നിൽക്കാൻ അടുത്തിട്ട് പോലും ഇല്ല. അപ്പൊ രണ്ട് രൂപത്തിലും എന്ത് വരുന്നില്ല? ഇല്ല. ഖിയാമ് സംഭവിച്ചോ?
ഒരു ഖീല, അത് 2-ാം നമ്പർ ഖൗലാണ്. അത് നഹ്വിൽ തന്നെ ഉണ്ട് അങ്ങനെ അഭിപ്രായം. ഇന്ന ഇസ്ബാതഹാ നഫ്യുൻ, കാതയിൽ ഇസ്ബാത്ത് വന്നാൽ എന്തായി? നഫ്യായി. നഫ്യഹ ഇസ്ബാത്ത്, എന്താണ്? അവരുടെ മേനപ്രകാരം കാദ സൈദുൻ അൻ യഫ്അല, കാദ സൈദുൻ അൻ യഫ്അല എന്ന് പറഞ്ഞാൽ സൈദ് ലം യഫ്അൽ. കാദ സൈദുൻ അൻ യഫ്അല എന്ന് പറഞ്ഞാൽ മഅന ലം യഫ്അൽ. കാരണം എന്തിലാ കടന്നത്? കാദ മുസ്ബത്തിൽ. അപ്പം എന്തായി മാറും? അങ്ങനെ വെക്കാൻ കാരണം യകാദു സൈതുഹാ യുളിയു, സൂറത്തുൻ നൂർ 35 അവർ ഉപയോഗിച്ചത്. യകാദു സൈതുഹാ, ആ മരത്തിൻ്റെ സൈത്തെണ്ണയായിരിക്കുന്നു, അടുത്തായിരിക്കുന്നു. യുളിയു, അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു അന്നഹു ലം യുളി, എന്തായിട്ടില്ല? ആ, പ്രകാശിക്കേണ്ടതായിരുന്നു. യകാദു സൈതുഹാ യുളിയു, അതിൻ്റെ മുറാദ് എന്താ? ഇല്ല. അപ്പോ ഇസ്ബാത്തിൽ കാത കടന്നപ്പോൾ എന്തായി? ഇതനുസരിച്ച് എന്ന് പറഞ്ഞാൽ അന്നഹു ഫഅല എന്നാണ്. പണ്ടേ ചെയ്യേണ്ട സമയത്ത് ചെയ്തു, ഇനി അടുക്കാനൊന്നും ഇല്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു. നഫീക്കത്ത് കാത കടന്നാൽ എന്തായി? മുസ്ബത്തായി. മാ കാദ സൈദുൻ അൻ യഫ്അല, ഈ സാനിക്കാരുടെ അഭിപ്രായം പറയും, എന്തായി? മുസ്ബത്തായി. ലം യഖ്തസിർ അലാ മുഖാറബത്തിൽ ഫീലി, ഫീലിനോട് അടുക്കുക മാത്രമല്ല ചെയ്തത്, ബൽ ഫഅലഹു, ചെയ്യുക തന്നെ ചെയ്തു എന്നർത്ഥം. ഇങ്ങനെ പറയേണ്ടി വന്നത് എന്താന്നാ? പശുവിനെ അറക്കാൻ പറഞ്ഞ ഒരർത്ഥ ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. അൽ-ബഖറ 71. ഒരു കൂട്ടരോട് പശുവിനെ അറക്കാൻ പറഞ്ഞു, ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ, അവർ പശുവിനെ അറുത്തു. വമാ കാദൂ യഫ്അലൂൻ, വമാ കാദൂ യഫ്അലൂൻ, അറവിനെ തൊട്ട് അവർ വിട്ടുനിന്നില്ല, അറുക്കേണ്ട സമയത്ത് എന്താക്കുക തന്നെ ചെയ്തു. ഇങ്ങനെയല്ലേ വമാ കാദൂ യഫ്അലൂൻ വെച്ചത്. അപ്പം മാക്കാതിൻ്റെ മുറാദ് എന്താ? മുസ്ബത്താണ്. അന്നഹും ഫഅലൂ എന്നാണ്. കാരണം ഫദബഹൂഹ എന്നുണ്ടല്ലോ. പക്ഷേ മുഅ്തമദ്കാർ അതിനെ തകർത്തി. ഫദബഹൂഹ, അവർ അറുത്തു. നേരത്തെയാണെങ്കിൽ വമാ കാദൂ യഫ്അലൂൻ, അർക്കൂല എന്ന് മാത്രമല്ല, അറിവിനോട് അടുക്കുക പോലും ചെയ്യില്ല നേരത്തെ. ഇപ്പല്ല, ഇപ്പം ഫദബഹൂഹ. ആ രൂപത്തിലാ തഫ്സീർ മുഅ്തമദ്കാർ കൊണ്ടുപോയത്. ഫദബഹൂഹ വമാ കാദൂ യഫ്അലൂൻ. എന്താണ്? ഇപ്പം പിന്നെ അവർക്ക് നേരത്തെ ആണെങ്കിൽ വമാ കാദൂ ഖബലു, തൊട്ട് മുമ്പ് അവർ അർക്കലുമായിട്ട് അറിവിനോട് അടുക്കുക പോലും ഇല്ലായിരുന്നു. അങ്ങനെയല്ലേ മേന വേണ്ടത്. ഈ സാനിയായ മേനയാണ് ബഹവി ഇമാമ് ഉപയോഗിച്ചത്. മാ കിത്തു എന്നു തല്ലിഖി, ഞാൻ നിന്നെ തലാഖ് ചെല്ലാൻ അടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തലാഖ് ഏതോ കാലത്ത് തീർന്ന്, ഇനി അടുക്കാനൊന്നും ഇല്ല. മാ കിത്തു എന്നു തല്ലിഖി എന്താ? യകൂന ഇഖ്റാറൻ ബിത്തലാഖി, ഈ വാക്കുകൊണ്ട് തലാഖായി എന്നല്ല, ഇതിനു മുമ്പ് തന്നെ എന്ത് നടന്നു കഴിഞ്ഞു. ഈ അർത്ഥം ബാത്തിലാണ് എന്ന് നിഹായ വെട്ടി തെളിയിക്കുന്നുണ്ട്, ഉസ്മൂനി ഉദ്ധരിച്ചുകൊണ്ട്. ഉസ്മൂനിന്റെ ലഫ്ള് നിഹായന്റെ ലഫ്ള്. ബഹവി ഇമാം പറഞ്ഞില്ലേ, ലൗഖാല മാക്കിത്തു അൻ മുതല്ലിഖി എന്ന് പറഞ്ഞാൽ കാന ഇഖ്റാറൻ ബിത്തലാഖി, പണ്ടേ എന്തായി എന്ന് പറഞ്ഞതിൽ മഹാന്മാർ എതിർത്തിട്ടുണ്ട്. കാതയിൽ
നഫി കടന്നാൽ ഇസ്ബാത്ത് ആവൂല എന്നല്ലേ നിയമം പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ ഉർഫ് കൊണ്ട് അമൽ ചെയ്തു അവർ ഉത്തരം പറയും താനിക്കാറ്. അങ്ങനെയെല്ലാം ആണെങ്കിലും മാക്കിത്തു എന്നുത്തല്ലിഖി എന്ന ഈ പദത്തിൽ സാധാരണഗതിയിൽ ജനങ്ങൾ ഗ്രഹിക്കുന്നത് എന്താണ്? തലാഖ് പണ്ടേ എന്തായി നടന്നു കഴിഞ്ഞു. അപ്പൊ ഉറുഫിന്റെ മേലെ നടത്തിയിട്ടാണ് ഇവിടെ എന്തുണ്ട് എന്ന് പറയും. തലാഖ് ഉണ്ട് എന്ന് നബിന്റെ നിയമം പിടിച്ചിട്ട് എന്താവൂല പറയാൻ കഴിയോ? ഖാലൽ ഉസ്മൂനി അൽമാന മാ ഖാറബ്തു അൻ മുതല്ലിഖി. സഹിയായ റിവായത്ത് നോക്ക്. നബിന്റെ നിയമം ഒത്തിട്ട് പറയുകയാണെങ്കിൽ എന്താ മാന കിട്ടൽ? മാ ഖാറബ്തു അൻ മുതല്ലിഖി വൈദാലം യുഖാലിയു തലാഖഹ കൈഫ യകൂനു മുഖിറൻ ബിഹി. തലാഖിനോട് അടുത്തിട്ട് പോലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ തലാഖ് കൊണ്ടുള്ള ഇഖ്റാർ ചെയ്തവനാവല്? വൈന്നമാ യകൂനു ഇഖ്റാറൻ ബിത്തലാഖി. മാ കിത്തു അൻ മുതല്ലിഖി കൊണ്ട് തലാഖ് ചൊല്ലിയവനായി സമ്മതിച്ചവനാവുന്നത് എപ്പോഴാ? അലാ ഖൗലി മൻ യഖൂലു. ഏത് ഖൗലി പ്രകാരമേ ആവുള്ളൂ? ഇന്ന നഫിയഹാ ഇസ്ബാത്തുൻ. ഇന്ന നഫിയഹാ ഇസ്ബാത്തുൻ. എന്താണ് നഫിയിൽ കഥ കടന്നാൽ മർദൂദ്. നഹവിലുള്ള ആ നിയമം എന്താ? അപ്പൊ ഇവിടെ ഹക്കാമത് എന്താ വരുന്നത്? മാക്കിത്തു അൻ മുതല്ലിഖി. അപ്പൊ എന്താ ഉണ്ടാ? ആ തലാഖേ ഇല്ല. തലാഖ് ചെല്ലാൻ അടുക്കുന്ന പോലും ഇല്ലല്ലോ. അവിടെ വഹവീമാമ് ശക്തിയുക്തം തെളിയിക്കുന്ന എന്താണ്? നഹവിലുള്ള രണ്ടാം കൗല് പിടിച്ചിട്ട് എന്ത് ഇഖ്റാർ തന്നെയായി തലാഖായി എന്നാണ് എത്തമതാക്കുന്നത്. വഹവീമാമിന്റെ ഈ കൗലാണ്. ഇവിടെ നഹവിൽ പൊതുവെ അല്ലെങ്കിൽ ഈ മസലയിൽ തലാഖിന്റെ മസലയിൽ തുഹഫ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് പറഞ്ഞതാണ് ഹക്ക്. ആ നിഹായ കഠിനമായിട്ട് എതിർത്തിട്ടുണ്ട്. ചെയ്യും മദ്കൂറ എല്ലാം തർസീഹ് നോക്കിയാൽ പ്രത്യേകം കാണും നിഹായൻ്റെ നീക്കം എങ്ങനെ, അതുപോലെ തുഹഫൻ്റെ നീക്കം എങ്ങനെ. തുഹഫ അനുകൂലമാക്കിയിട്ട് എടുക്കുകയും ഇതിൽ നിന്ന് കാണും. എഴുത്തമദഫി തുഹഫ മാ ഖാലഹുൽ ബഗവി. ബഗവി പറഞ്ഞതാണ് ഹക്ക്. തലാഖ് പണ്ടേ സംഭവിച്ചു. ഈ വാക്ക് കൊണ്ടല്ല തലാഖ്, പണ്ടെന്നെ എന്തായി? ആ ഇഖ്റാറാണിത്. അതേസമയത്ത് പറയുന്നത് നിഹായ ചെയ്യും മദ്കൂറയല്ല പോലും. ശരിയായ നഹവിൻ്റെ ആ മഹത്തമതായ ഖായിദ ഉപയോഗിച്ചുകൊണ്ട് എന്താക്കുന്നു? ഒരു ആയവും തിരിവും കൊടുക്കുന്നില്ല. എന്താവൂല എന്ന് പറയും. ആ ഈ കാര്യം ഫത്വയിൽ 394 വേണ്ടതുപോലെ സമർത്ഥിച്ചത് ഈ ആനത്ത് 4:15 നിഹായ 6:428 നിഹായ. അവിടെ ഷെർവാനിയിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്, വായനയിലുള്ള തെറ്റ്. നിഹാൻ്റെ ഇബാറത്ത് കൊടുത്ത ഇബാറത്തുൻ നിഹായ അവിടെ ഒന്ന് നോക്ക്. ഇബാറത്തുൻ നിഹായ, നിഹായൻ്റെ ഇബാറത്ത് എന്താണ്? വഖൗലുൽ ബഗവി ലൗ ഖാല മാ കിത്തു. അവിടെ ഉസീമാമ് പരാതിയാക്കി. ബിഅന്ന നഫിയ ദാഖില അലാ കാദ ലാ യുസ്ബിതുഹു. ബിഅന്ന നഫിയ അദ്ദാഖില അലാ കാദ. കാദയിൽ നഫി കടന്നാൽ ഇസ്ബാതാക്കി മാറ്റി മറിക്കോ? ഇല്ലാ യുഖാല വആഖദ്നാഹു ബിൽഉർഫി. വാവ് വേണം. വആഖദ്നാഹു അത് തന്നെ ലിൽ ഫർഖി എന്നല്ല, ലിൽ ഉർഫി. നമ്മൾ ഈ മസലയിൽ ഏത് കൊണ്ട് മാത്രമാണ് അമൽ ചെയ്യുന്നത്? ഉർഫ്. ഫൈനൽ ഉർഫ, ഉർഫ് ഈ വാക്ക് കൊണ്ട് എന്തിനെ മനസ്സിലാക്കിയെടുത്തു? തലാഖിനെ. ഈ വെറും ഭാഷന്റെ ഈ ഉപയോഗമല്ല പോലും നോക്കിയത്, പിന്നെ ഉർഫാണ് നോക്കിയത്. ഖാലൽ ഉസ്മൂനി
ഒന്നും ആകൂല എന്നുള്ളതും തെളിവ്. അൽമൈന മാ ഖാറബ്തു അൻ ഉതല്ലിഖകി, ഞാൻ നിന്നെ തലാഖ് ചെല്ലാൻ അടുത്തിട്ട് പോലും ഇല്ല എന്നാണ്. വൈദാലം യുഖാരിബു തലാഖഹ കൈഫ യകൂനു മുഖിറൻ ബിഹി വഇന്നമാ യകൂനു ഇഖ്റാറൻ ബിത്തലാഖി അലാ ഖൗലി മൻ യഖൂലു ഇന്ന നഫിയഹാ ഇസ്ബാത്തുൻ വഹുവ ബാത്തിലുൻ. നിഹായ സ്ഥാപിച്ചു എന്ത് ബാത്തിലും മർദൂദുമാണ്, എന്താവൂല ആവൂല ആവൂല. പക്ഷേ തുഹഫ ആകും എന്നിടത്തേക്ക് വാക്ക് എത്തിക്കുന്നുണ്ട് കേട്ടാ. നോക്കിക്കോ, വകാന്നഹു ഇന്നമാ ലം യൻദുർ, വകാന്നഹു അരി ബഗവി ഇമാമ് ഇന്നമാ ലം യൻദുർ, നോക്കിയതേ ഇല്ല. മുറദ്ദഹി ഇന്ദ കസീരീന, നഹ്വിൽ അധികരിച്ച പണ്ഡിതന്മാർ റാജിയാക്കിയതായ ഒന്നിലേക്ക്, നഹ്വിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ മഹത്തമതാക്കിയ ഒന്നിലേക്ക്. എന്താ മഹത്തമതാക്കിയ ഒന്ന്? ആ, കാതന്റെ നഫി എന്തല്ല എന്നാണല്ലോ നഹ്വിങ്ങളിൽ നിന്ന് അധികരിച്ച ആളും മഹത്തമതാക്കിയ. അത് തിരിഞ്ഞു നോക്കിയതേ ഇല്ല പോലും. ആര്? ആ, പിന്നെ അവർ തിരിഞ്ഞു നോക്കിയത് നഹ്വിൽ എവിടത്തേക്കാ? രണ്ടാം കൗലിലേക്ക്. അത് ലിഅന്നഹു ദഈഫുൻ ഇൻദഹു അന്ന നഫിയ കാദ ലൈസ ഇസ്ബാതൻ എന്നത് ദഈഫുൻ ഇൻദഹു. എന്തായി? ആ, അങ്ങനെ ആയിരിക്കും. നഹ്വ് പറയുന്നിടത്തും തന്നെ ബഹവി ഇമാമ് ഏതാന്ന് മുറുകെ പിടിക്കുന്നത്. ആ, നഹ്വിലുള്ള നിയമത്തിൽ തന്നെ അവർ മാറ്റമായിട്ടുണ്ടാവും. നഹ്വി നിങ്ങൾ പാസ്സാക്കിയതല്ല. ആ, അപ്പൊ നഹ്വിൽ പൊതുവെ തന്നെ അങ്ങനെ ആയിരിക്കും. ശരിവെക്കല്ലേ ഇന്ന് വേറെയും കുറെ വിഭാഗത്തിന് അങ്ങനെ യോജിപ്പുണ്ട്. എന്ത്? അതും അല്ലെങ്കിൽ ഒരു ആയത്തല്ലേ ഉർഫി. നഹ്വിന്റെ നിയമം അങ്ങനെ തന്നെയാണ്. നോക്ക്, അങ്ങനെ തന്നെയാണ് ബഹവി ഇമാമ് വിശ്വസിക്കുന്നതും എന്ന് കരുതുന്നെങ്കിൽ ഉറുഫ് കൊണ്ട് വേറെ അമൽ ചെയ്തതായിരിക്കും. തലാഖിന്റെ വിഷയത്തിൽ പൊതുവെ നഹ്വില് കാതക്കത്ത് ഇസ്ബാത്തായ ഇസ്ബാത്ത് തന്നെയാണെന്നും എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ഇവിടെ ഏതുകൊണ്ട് അമൽ ചെയ്തു? ഉർഫെന്താ? ഫൈനാഹിലഹു യഫ്ഹമൂന മിൻഹു അൽ-ഇസ്ബാത, എന്താണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സാധാരണ കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കും. എങ്ങനെ ആയാലും ബഹവി ഇമാമിന്റെ തീരുമാനം എന്ത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. അത് തുഹഫ ശരിയും പറ്റില്ലേ? തർജമത്തു തലാഖി, തലാഖിന്റെ പരിഭാഷയോ വലോ മിമ്മൻ അഹ്സനൽ അറബിയ്യത്ത, അറബി വേണ്ടുവോളം അറിയാം അങ്ങനെയുള്ള ആൾ തനി അറബിക്കാരൻ തന്നെയാണ്, അല്ലെങ്കിൽ അജമിക്കാരൻ തന്നെ അറബി അറിയാം, എല്ലാം പെട്ട് എങ്ങനത്തെ ആളായാലും ഇല്ല അജമിയത്തി, അജമി ഭാഷയിൽ. അജമി ഭാഷ എന്ന് പറഞ്ഞാൽ അജം എന്ന നാട്ടിലുള്ള ഭാഷ എന്നാണ്, അങ്ങനെ അർത്ഥം കിട്ടല്. അതുകൊണ്ടാണ് ബിൽ അജമിയത്തി എന്ന് പറയുന്നിടത്ത് വഹിയ മാദൽ അറബിയത്താൻ ഖാസ് പറഞ്ഞിട്ട് അമാ മുറാദ്. കോൾഗേറ്റ് ഉണ്ടാന്ന് പറഞ്ഞതുപോലെ പേസ്റ്റ് ഉണ്ടാന്നല്ലേ ചോദ്യം, കോൾഗേറ്റ് ഉണ്ടാവും. അജമിയത്ത് എന്ന് പറഞ്ഞാൽ അജം എന്നൊരു നാടുണ്ട്, ആ നാട്ടിലുള്ള ഭാഷ എന്നാണ്. അതല്ല ഇവിടെ മുറാദ്. പിന്നെ മൊത്തപ്പെട്ടു അത് സ്വരീഹുൻ അലൽ മദ്ഹബി. തലാഖിന്റെ സീഗ സ്വരീഹാണെങ്കിൽ തർജ്ജമയും തന്നെ നേരെ തർജ്ജമ എടുക്കണം. അതിന്റെ ഒറിജിനൽ പരിഭാഷ എടുക്കുമെങ്കിൽ എന്തായി? ലിശുഹ്റത്തി ഇസ്തിഅമാലിഹ ഇൻദഹും ഫീ മാനാഹ ശുഹ്റത്തൽ അറബിയ്യത്തി ഇൻദ അഹ്ലിഹാ.
ലിശുഹറത്തി ഇസ്തിമാലിഹ, തർജമന്റെ ഉപയോഗം പ്രസിദ്ധപ്പെട്ടു കഴിഞ്ഞു. ഇന്ദഹും, അജമിക്കാരുടെ അടുക്കൽ, ഫീ മഅനാഹ, തർജമന്റെ മഅനയിൽ എത്ര കണ്ട് പ്രസിദ്ധപ്പെട്ടു? ശുഹറത്തുൽ അറബിയ്യത്തി ഇൻദ അഹ്ലിഹ. എന്താണ് അത്ര തന്നെ ബഹുമാനവും ആദരവും ആയിരിക്കുന്നുണ്ട്. ഇനി ഒരു നിയത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇതിൽ പണ്ഡിതന്മാർ അലൽ മദ്ഹബി എന്നാ പറഞ്ഞത്. തലാഖിന്റെ സീഖ തന്നെ അറബിയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് മാറ്റുമ്പോൾ, ഉദാഹരണം അന്തി താലിഖുൻ, അന്തി മുതല്ലഖത്തുൻ, സൗജത്തി മുതല്ലഖത്തുൻ, തല്ലഖ്തുകി, ഇതെല്ലാം അറബിയിൽ സ്വരീഹ തന്നെയല്ലേ, ഇജ്മാ കൊണ്ട് അറിയപ്പെട്ടതല്ലേ. അത് പരിഭാഷപ്പെടുത്തുമ്പോഴേക്ക് അഭിപ്രായ ഭിന്നത വന്നു. മുഹത്തമത പ്രകാരം പ്രശ്നമൊന്നുമില്ല, അറബിൻ്റെ അതേ ബഹുമാനം നിലകൊണ്ടു. സാനി അനുസരിച്ചോ കിനായത്തെ ആവുള്ളൂ, ഇതിലേക്ക് ആവശ്യം വരും, കടുപ്പം കുറഞ്ഞു പോലും. അമ്മാ തർജമത്തു അൽ ഫിറാഖി വസറാഹി, ഫിറാഖിന്റെയും സറാഹിന്റെയും പരിഭാഷയോ ഫകദാലിക, ഇതിൽപ്പെട്ടത് തന്നെയാണ്, പെട്ടതാണ്. അലാ മഖ്തല്ലാഹു ളാഹിറു അസ്ലിഹി, മുഹറർ തേടിയത് പ്രകാരം. മുഹറർ അങ്ങനെയാണ് വിളിച്ചറിയിക്കുന്നത്. എന്ത്? ഫിറാഖിന്റെയും സറാഹിന്റെയും പരിഭാഷ എന്താകും? സരീഹ് തന്നെയാണ്. വയതമദഹുൽ അദ്റായിയു വനുഖില അൻ ജമിൻ അൽ ജസ്മു ബിഹി. നല്ല ഫതുവിൽ മുഹത്തമദാക്കിയിട്ടുണ്ട്. തലാഖിന്റെ സീഖ മാത്രമല്ല, തലാഖിന്റെ പരിഭാഷ മാത്രമല്ല, സ്വരീഹ്. പിന്നെ ഫതുൽ മീൻ പറഞ്ഞത് മുഹറർ അംഗീകരിച്ചത് പ്രകാരം അദ്റഈ മുഹത്തമദാക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് ഒരു ജംഅ് പറഞ്ഞിരിക്കുന്നതും. അതുകൊണ്ട് എന്തെന്നായി? സരീഹന്നായി. എന്ത് തന്നെ ആയാലും ലാക്കിന്നല്ലദീ ഫി അസ്ലി റൗള വറുയ്യാനി വഖറാഹുമാ അന്നഹുമാ കിനായത്തുൻ. എന്തേയാവുള്ളൂ, അതാണ് എപ്പം വ്യക്തമാക്കുന്നത്. കൂടാതെ വേറെയുണ്ട് കാരണം, ഫിറാഖ് സറാഹ് എന്ന പദം തന്നെ ശരിയാണോ അല്ലേ എന്നുള്ളതിൽ കൗലാന്യാണ്. അപ്പം പിന്നെ വേറെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ നല്ലോണം വന്ന് ഒന്നിനും കൊള്ളാണ്ടായി. ഒരു വിഭാഗം പറയുന്ന തലാഖ് എന്ന പദത്തിന്റെ അതേ ബഹുമാനം ഏതിനുണ്ട്? ഫിറാഖിനും സറാഹിനും ഉണ്ട്. അപ്പൊ തല്ലഖ്തുക്കിന്റെ പരിഭാഷ എടുത്താൽ ശരിയാകുന്നില്ലേ? ഫാറഖ്തുക്കി അവിടെയും തന്നെ സറഹ്തുക്കി തന്നെയാണ്. അതേ സമയത്ത് തല്ലഖ്തുക്കി എന്നതിൽ ഖിലാഫ് പോലും ഇല്ലല്ലോ അറബിയിലാകുമ്പോ. എന്നിട്ട് പോലും പരിഭാഷയ്ക്ക് എത്തണ്ടായി, ഖിലാഫ് വന്നല്ലോ. ആ സ്ഥിതിക്ക് പണ്ട് തന്നെ ഫിറാഖ് എന്ന പദവും സറാഹ് എന്ന പദവും എന്തല്ല മഷഹൂറായ കൗലനുസരിച്ച് മാത്രമാണ് സരീഹായത്. സാനി അനുസരിച്ച് എന്തായിട്ട് പോലും ഇല്ല. പിന്നെങ്ങനെയാണ് പരിഭാഷപ്പെടുത്തിയാൽ ഇനി സരീഹായി ബാക്കി നിൽക്കുക? എന്തായാലും കുത്തയ്യൂലേ, കിനായത്തായി രൂപാന്തരപ്പെടൂലേ?